നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പീപ്പിൾ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 7 മുതൽ 17 വരെ നീണ്ടു നിൽക്കുന്ന വായനയുടെ വിഷുക്കണി പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 7 ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടാളി UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നടക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുക്കും. വിഷുക്കണി എന്ന പരിപാടി ഈ വരുന്ന ഏപ്രിൽ 7 3 മണിക്ക് കുട്ടികളുടെ കാവ്യസന്ധ്യ 2 മണിക്ക് ആരംഭിക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കോളേജുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ഇന്നത്തെ നമ്മുടെ പ്രധാന മുദ്രാവാക്യമായിട്ടുള്ള ലഹരിക്കെതിരെയുള്ള ഒരു പ്രോഗ്രാം കൂടിയായിട്ടാണ് കാവ്യസന്ധ്യയെ കാണുന്നത്. അതിനുള്ള രജിസ്ട്രേഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്ക് തന്നെ കാവ്യസന്ധ്യ ആരംഭിക്കുന്നതാണ്. അത് കഴിഞ്ഞ് 3 മണിക്ക് നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും. അതിൻ്റെ ചടങ്ങിൽ പ്രധാനമായിട്ടും ബഹുമാനായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാടിൻ്റെ MP ആയിട്ടുള്ള കനിമൊഴി, അതോടൊപ്പം തന്നെ ബഹുമാനായിട്ടുള്ള ശിവദാസൻ MP പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി, അതോടൊപ്പം അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ യതീഷ് ചന്ദ്ര IPS, നമ്മുടെ MLA ശൈല ടീച്ചർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കവയിത്രി കനിമൊഴി, KK ശൈലജ MLA, V ശിവദാസൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവർ പങ്കാളികളാകും. കൂടാളി പഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനവും അന്നേ ദിവസം നടക്കും. 20 വായനശാലകളാണ് പഞ്ചായത്തിൽ സജ്ജമായത്. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ കാവ്യസദസ്സ്, അലോഷി പാടുന്നു എന്ന ഗാനസദസ്സും നടക്കും. കൂടാളി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വായനശാലകളും അവരവരുടെ ബാനറിൽ അണിനിരക്കുന്ന ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. ഇതിനുശേഷം സാംസ്കാരിക പ്രഭാഷണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ, തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ M സുർജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ, സംഘാടക സമിതി ചെയർമാൻ E സജീവൻ, ലൈബ്രറി കൗൺസിൽ അംഗം K കരുണാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.